ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയിലാണ്. ഹൈവേയിൽ നിന്ന് ചെറിയ കുന്ന് കയറിപ്പോകുന്ന സ്ഥലത്താണ് ഈ കോട്ട. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ട. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്, ശ്രീ മുഖ്യപ്രാണ ക്ഷേത്രം. കോട്ടയോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. മുഖ്യപ്രാണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൈകാലുകൾ കഴുകി വൃത്തിയാക്കണം. കർണാടകയിൽ നിന്നുള്ള സന്ദർശകരാണ് കൂടുതലും കാണുന്നത്. തെക്കൻ കർണാടകത്തിലെ ഒരു രാജവംശമായിരുന്നു കോളടി രാജവംശം. കോളടി രാജവംശത്തിലെ ശിവപ്പ നായകാണ് ഈ കോട്ട പണിതത്. കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ കോട്ട നിലനിന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർണാടകയിൽ നിന്നുള്ള ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പൂജാരികളും മറ്റുള്ള ജീവനക്കാരുമൊക്കെ കർണാടകയിൽ നിന്നുള്ളവരാണ്. ആറ് മണി വരെയാണ് കോട്ടയിലേക്കുള്ള പ്രവേശന സമയം. ഒരാൾക്ക് 30 രൂപ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്താണ് ഈ കോട്ടയുടെ ആദ്യ രൂപം നിർമ്മിക്കപ്പെട്ടത്. തെക്കൻ കർണാടകത്തിലെ ഒരു രാജവംശമായിരുന്നു കോളടി രാജവംശം. അതിലെ ശിവപ്പ നായകാണ് ഈ കോട്ട പണിതത്. കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഈ കോട്ട നിലനിന്നിരുന്നു. കോട്ടയിലെ നിരീക്ഷണ ഗോപുരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ പീരങ്കി പൊത്തുകളും കാണാം. ദീർഘകാലം ഈ പൊത്തിലൂടെ പീരങ്കി സൂക്ഷിച്ചിരുന്നു. ആളുകൾ ഈ ഗോപുരത്തിന് മുകളിലേക്ക് കയറുകയാണ്. അതിന് പ്രത്യേക പാത നിർമ്മിച്ചിട്ടുണ്ട്, ചെങ്കൂത്തായ കയറ്റം. അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ നിന്ന് കടൽ നോക്കാൻ നല്ല രസമാണ്. കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഭിത്തിയിൽ ഓരോ ഭാഗത്തും പീരങ്കി പൊത്തുകളും കാണാം. ശത്രുക്കളെ നേരിടാൻ ഇവിടെ നിന്ന് നമുക്ക് കടലും കാണാം. നേരത്തെ ഉണ്ടായിരുന്ന ദർബാർ ഹാളിൻ്റെ തറയാണ് ആ കറുത്ത നിറത്തിൽ കാണുന്ന ചെങ്കല്ല്. ഈ കോട്ട സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇവിടെ കാണുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗം കാണുമ്പോൾ എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട് എന്ന് സംശയിച്ചു പോകും. സഞ്ചാരികൾ നടക്കുന്ന നടപ്പാതയുടെ ഇരുവശത്തും ഒരാൾ പൊക്കത്തിലുള്ള പുല്ല് വളർന്നതായി കാണാം. ഇത് തീർച്ചയായിട്ടും വൃത്തിയാക്കേണ്ടതാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. കാരണം ഇവിടെ പ്രവേശിക്കുന്ന ഓരോ സഞ്ചാരിയും കൊടുക്കുന്നത് 30 രൂപയാണ്. തീർച്ചയായിട്ടും അത് വൃത്തിയോടുകൂടിയും വെടിപ്പോടുകൂടിയും സംരക്ഷിക്കേണ്ട ഒരു കോട്ടയാണിത്. തെക്കൻ കർണാടകത്തിലെ കോളടി രാജവംശമാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. 1763 ഹൈദരാലി ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് ടിപ്പുവിൻ്റെ കാലത്ത് പ്രധാന മിലിറ്ററി കേന്ദ്രമായി മാറി. 1799 ടിപ്പു കൊല്ലപ്പെട്ടതിന് ശേഷം ഇത് ബ്രിട്ടൻ്റെ അധികാരത്തിലായി.
ഈ പാറക്കെട്ടിലാണ് മണിരത്നത്തിൻ്റെ ബോംബെ എന്ന സിനിമയിലെ ഉയിരെ എന്ന ഗാനം ചിത്രീകരിച്ചത്. ആ പാട്ടിലൂടെയാണ് ഇന്ത്യ മുഴുവൻ ഈ ബേക്കൽ തീരം പ്രശസ്തമായത്. ഈ കടൽ തീരത്തിലൂടെ എത്രയെത്ര വിദേശികൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്, എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഈ തീരം സാക്ഷിയായിട്ടുണ്ട്. ഈ കാണുന്ന യുവതി ഒരു കന്നഡ സ്വദേശിനിയാണെന്ന് തോന്നുന്നു. അവരുടെ ഭാഷയിൽ അവരുടെ കൂട്ടുകാർക്ക് ഇതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. കടലിനോട് അഭിമുഖമായി പീരങ്കിപ്പൊത്തുകൾ കാണാം. അവിടെയെല്ലാം നേരത്തെ പീരങ്കികളുണ്ടായിരുന്നു. അറബിക്കടലിലൂടെ വരുന്ന ശത്രുക്കളെ നേരിട്ടിരുന്നത് ഈ പീരങ്കിപ്പൊത്തുകളിലൂടെയായിരുന്നു. ഈ ചെങ്കൽ മതിലുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ ഈ ചരിത്രമൊക്കെ നമ്മോട് പറയുമായിരുന്നു. കരീബിയൻ നാടുകളെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഈ ബീച്ചുകൾ നമുക്ക് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഈ കാണുന്ന ചെങ്കൽപാതയിലൂടെ പോയാൽ കടൽ തീരത്തെത്താം. സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് നാം അവിടെ എത്തിയത്. അങ്ങ് ദൂരെ നമുക്ക് ഒരു നിരീക്ഷണ മട്ടുപ്പാവ് കാണാം. അത് ശത്രുക്കളെ നേരിടാൻ വേണ്ടിയാണ്. ഈ കാണുന്ന മട്ടുപ്പാവിൽ പീരങ്കിയുടെ പൊത്തുകളും കാണാം. കടലിലൂടെ വരുന്ന ശത്രുക്കളെ നേരിട്ടത് ഇവിടെ വെച്ചാണ്. അങ്ങനെ പല ചരിത്ര സംഭവങ്ങളും. ബേക്കൽ ബീച്ച് തീരത്താണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. നിറയെ സഞ്ചാരികൾ. വൈകുന്നേരം സമയം ചിലവഴിക്കാൻ പറ്റിയ ഇടം. അങ്ങനെ പല വികസന പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട് കൂടുതൽ വികസിക്കട്ടെ. കൂടുതൽ സഞ്ചാരികൾ ബേക്കൽ കോട്ടയിൽ എത്തട്ടെ. ഇത് സജാദ്, കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. എന്തുകൊണ്ട് സജാദ് ഇവിടെ പ്രശസ്തനാവുന്നു എന്ന് ചോദിച്ചാൽ, സജാദ് ഒരു ഉണ്ണിയപ്പ കച്ചവടക്കാരനാണ്. 4 മക്കളിൽ ഒരാളാണ് സജാദ്. സജാദും ഉമ്മയും എന്നും ബേക്കൽ കോട്ടയിൽ വരും. സജാദിന് സ്കൂളുള്ള സമയത്ത് ഉമ്മയാണ് വരുന്നത് ഉണ്ണിയപ്പം വിൽക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സജാദ് പഠനത്തോടൊപ്പം വീട്ടിലെ ചിലവിന് വേണ്ടി വരുമാനം കണ്ടെത്തുകയാണ്. നല്ല മാതൃക വിദ്യാർത്ഥി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സജാദ് വൈകിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലാത്ത സ്കൂളുള്ള സമയത്ത് ഉമ്മ തനിച്ചും വരും. ഉണ്ണിയപ്പം വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം പുലരുന്നത്. നമ്മുടെ യാത്രയിൽ ഇങ്ങനെയുള്ള പല പല അനുഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. ചരിത്ര സ്മാരകമായ ബേക്കൽ കോട്ട ഇങ്ങനെ നശിച്ചു പോകരുത്. ഈ കാണുന്ന ഇടവഴികൾ കോട്ടക്കകത്തുള്ള വഴികളാണ്. കടൽ തീരത്തേക്ക് പോകണമെങ്കിൽ ഈ വഴിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഇതുവരെ ഈ കാട് വെട്ടിത്തെളിയിച്ചിട്ടില്ല. കേന്ദ്ര ആർക്കിയോളജിക് വകുപ്പിനോട് പറയുകയാണ്, ഞങ്ങൾ തരുന്ന 30 രൂപക്ക് കുറച്ചുകൂടി നല്ല സർവീസ് നിങ്ങൾ തരണം. സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കണം. ആരെങ്കിലും പാമ്പ് കടിയേറ്റ് മരിച്ചാലായിരിക്കാം കലക്ടറും MLAയും MP ഒക്കെ ഇവിടെ ഓടിയെത്തുന്നത്. പിന്നീട് ത്വരിതഗതിയിലുള്ള പരിശ്രമം. സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ബീച്ച് തീരത്ത് രുചികരമായ ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇവിടെയും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കണ്ണൂർ ഷറഫ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.